ക്ലൈമാക്സിൽ നമുക്ക് അങ്ങനെ ഒരു ഡയലോഗ് ഇട്ടാലോ? നന്നായിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇതില് വേണ്ട. ഇവന്റെ ഐഡിയ. മോനെ ശ്യാം, ഇതാരടാ? നിന്റെ ഭാവി അമ്മായിയപ്പ. അങ്കിൾ എന്താ ഇവിടെ? മോനെ ഒന്ന് കാണാൻ വന്നതാ. 5 മിനിറ്റ് ഒന്ന് ഇരിക്കെ. എന്നാ നീ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. ശരി. അല്ല, ഇയാള് വേണ്ട അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ അങ്കിൾ? ഇതൊന്ന് നോക്കിയേ. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അങ്കിൾ, ഇത് ഞങ്ങളുടെ ഡ്രാമ റിഹേഴ്സൽ. ഒരു വിശദീകരണവും അങ്കിള് ചോദിക്കുന്നില്ല. മോൻ മിടുക്കനാ, മിടുക്കൻ. എന്റെ മോളും അതെ, എന്റെ മൂത്ത മക്കളെ പോലെ തന്നെ. അങ്കിൾ, ഇത് ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. മോൻ ഏതാ? ഞാൻ ശ്യാമിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് മോൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. മക്കൾ എന്താ തീരുമാനിച്ചിരിക്കണേ? ഒളിച്ചോടി രജിസ്റ്റർ ചെയ്യാനോ അതോ മാന്യമായിട്ട് മാലയിടാനോ? ഇതിലേതാണ് അങ്കിളിന് സൗകര്യം? ഇതിലേതാണെങ്കിലും ഈ അങ്കിളിന് സൗകര്യമില്ല. പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഒരു തീരുമാനം വേണ്ടേ? ദേ, അവരെ കണ്ടോ? അപ്പൊ എങ്ങനെയാ? പുറത്തോട്ടിറങ്ങുകയല്ലേ? പിന്നെ അവരിങ്ങോട്ട് കയറിയാൽ നമ്മളായിട്ട് എന്തിനാ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇനി ഇഷ്ടം പോലെ ചെയ്യും. നീ എന്താ കാട്ടണേ? നീ കണ്ടോ? ഇവിടെ നിന്ന് കണ്ടോ? വണ്ടി എടുക്കൂ സുരേന്ദ്ര, സാക്ഷിയാകാൻ പറ്റില്ല. ഹേയ്, ചേട്ടന്മാർ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എന്താ എന്താ പറ്റിയത്? നിന്റെ ഫോട്ടോഗ്രാഫി സ്കിൽസിന് എനിക്ക് കിട്ടിയ സമ്മാനമാ ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ഇത്രയ്ക്ക് ദുഷിപ്പാണോടി നിന്റെ മനസ്സില്? എന്റെ കാര്യം പോട്ടെ, നീ ഇവളെ പറ്റി ഓർത്തോ? എന്തിനായിരുന്നു ഇതൊക്കെ? എന്നോട് ജയിക്കാനോ? അതിന് ഇത്രയ്ക്ക് ചീപ്പാവുന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നോട് ഉടക്കിയതും പിണങ്ങിയതും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഈ വിടക്കെ നിന്നെ കെട്ടാൻ വന്നതോട് ഞാനന്ന് അങ്ങനെ പോയി പറഞ്ഞത്. ഹോ, ആദ്യമായിട്ട് പ്രേമം തോന്നിയ ഒരു സാധനം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. മതി, നിർത്തി. ഇതോടെ തീർന്നു സകലതും. ഞാനല്ലേ ഇത് ചെയ്തത്? ഞാൻ? അതെ, ഞാൻ തന്നെയാ. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല. നിനക്ക് 2 എണ്ണം കിട്ടാൻ കൂടി വേണ്ടി ചെയ്തതാ. കിട്ടിയില്ല ആവശ്യത്തിന്. മതിയല്ലോ. എന്നിട്ടും അവളുടെ അഹങ്കാരം തീർന്നില്ല.
എടി നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ശ്യാമിനോടൊപ്പം സ്റ്റേജിൽ കയറിയത്. എന്നിട്ട് നീ ഇത്ര എന്റെ മുമ്പിൽ കാണരുത് നിന്നെ. നന്ദു, കൊല്ലം കുറയായി കൂടെ നടക്കുന്നു. ഇങ്ങനൊരു വൃത്തികേട് ഞാൻ ചെയ്യുമെന്ന് നീ വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചോ? അല്ലാതെ തെളിയിക്കാൻ എനിക്ക് മനസ്സില്ല. അറിയോ, എനിക്കിഷ്ടായ മാത്രം പോരാ, നിന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന് മത്തായിച്ചനോട് ബെറ്റും വെച്ച് ഇറങ്ങിയതാ ഞാൻ. ഒരേ വേവ് ലെങ്താണ്, മണ്ണം കട്ടിയാണെന്നൊക്കെ തോന്നിയത് എന്റെ തെറ്റാ. മതി, ഇതിങ്ങനെ തന്നെ അവസാനിപ്പിച്ചേക്കാം. എന്തായാലും നീ കൈവച്ച ശരിയായില്ല. ആ കൈ വെച്ചു, പറ്റിപ്പോയി. സാരമില്ല, കെട്ട് കഴിഞ്ഞ് കിട്ടേണ്ടതിന്ന് അവൾ ഒരെണ്ണം കുറച്ചോട്ടെ. മത്തായിച്ച, നമ്മുടെ ബെറ്റ് പൊളിഞ്ഞു. തോറ്റത് മത്തായിച്ചനാ. ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്യാം പറഞ്ഞു എന്നെ ഇഷ്ടാണെന്ന്. അതെ, സത്യം. പക്ഷെ മത്തായിച്ചൻ പറഞ്ഞതാ ശരി. ഈ പാസിംഗ് ഫാൻസി പോട്ടെ മത്തായിച്ച, നമ്മളത് വേണ്ടെന്ന് വെക്കുന്നു.